അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. എല്ലാവരും ഞാൻ എൻ്റെ ജീവിത ചരിത്രം എന്നൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മ ഒറ്റയ്ക്ക് ഇപ്പോൾ താമസിക്കുന്നിടത്ത്, അല്ലാതെ എൻ്റെ ഉമ്മ പ്രസവിച്ചത് ഞങ്ങൾ 4 മക്കളാണ്. 3 പെണ്ണും ഒരാണും. 2 ചേട്ടത്തിമാരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ട്, മക്കളുമുണ്ട്. പിന്നെ ആങ്ങളെ കല്യാണം കഴിച്ചതാണ്. ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചതാണ്, കൂട്ടുകുടുംബം ആങ്ങളെയൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. അവിടുന്ന് മാറേണ്ട വന്നെനിക്ക്, ഞങ്ങൾക്ക് 2 പേർക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകുടുംബത്തിലുള്ള എല്ലാവരും നമ്മളെ കൂടെ കാണും, അല്ലെങ്കിൽ ആരുമില്ല. നമ്മളിലെ കരിയാപ്പല കണക്കായിപ്പോകും, അത്രയേ ഉള്ളൂ. ഒരിക്കലും ഒരാളും ഒരു വീട്ടിൽ നല്ല സഹോദരന്മാരും കാണും, സഹോദരിമാരും കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാലും കാശിനാണ് എല്ലായിടവും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ സ്നേഹത്തിലോ സഹോദര സ്നേഹത്തിലോ ഉമ്മായോ വാപ്പായോ ഉള്ള സ്നേഹമല്ല. ഇന്ന് കാശുണ്ടെങ്കിൽ എല്ലാവർക്കും ജീവിക്കാം, ഇല്ലെങ്കിൽ നമ്മളതിലെ കരിയാപ്പില കണക്കെടുത്ത് കളയും. എനിക്ക് സംഭവിച്ചത് അങ്ങനെ. എൻ്റെ കയ്യിലുള്ള എല്ലാം എനിക്ക് ചിട്ടികളാണ്, ഞാൻ ഈ ഡെയിലി ചിട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അന്നേരം ഒരു സ്ത്രീയാണ് എന്നെ ചതിച്ചത്, ഒരു അംഗൻവാടി ടീച്ചർ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവർ വേറൊരു സ്ത്രീക്കാണെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ചിട്ടിക്ക് ഇങ്ങനെ വന്ന് കാശുകൾ മേടിച്ച് ഇവർ കൊണ്ട് കൊടുക്കുന്ന എല്ലാം ഞങ്ങളുടെ വീട്ടിൽ ആങ്ങളുടെ പെണ്ണിനായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം എൻ്റെ ഉമ്മ ഇവരോട് വന്ന് പൈസ ചോദിക്കുമ്പം പറയും, അവരുടെ പേര് ഉഷയെന്നാണ്. പക്ഷേ നീ ഇവള് കല്യാണം കഴിക്കാത്തൊരു പെണ്ണ, ഇത്രയും കാശൊക്കെ മേടിച്ച് നീ കൊടുക്കുന്നത് തിരിച്ച്. ഉമ്മ പേടിക്കേണ്ട ഉമ്മ, ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി അവസാനം എന്നെ ചതിച്ച് കഴിഞ്ഞ് പോലീസ് കേസ് വൃത്തിയാക്കി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറേണ്ട വന്നു. മാറിയത് അതിന് 2-3 ദിവസത്തിന് മുമ്പ് ഞങ്ങളങ്ങ് മാറിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ പ്രശ്നത്തിന് ചെല്ലത്തില്ല. ഉമ്മായും എന്നെ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഉമ്മ തിരിച്ചതിന് മറുപടി പറയും. അങ്ങനെയൊക്കെ ഇതായി. പിന്നെ ഇപ്പം ഞങ്ങളുടെ ജീവിതം ഒറ്റയ്ക്കാണ്. ഒരിക്കലും നമ്മൾ കൂടെ നിൽക്കുന്നവരെയും വിശ്വസിക്കരുത്, നമ്മുടെ കൂടപ്പിറപ്പുകളെയും നമ്മൾ വിശ്വസിക്കരുത്. അവർ നമ്മളെ ചതിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എന്നെ ആവശ്യമായിരുന്നു. അവരോരോ കാര്യങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടത്തിമാരുടെ മക്കളെ പ്രസവത്തിനായാലും എല്ലാം ഞാനാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്, അവരാരും നിൽക്കത്തില്ല. മെയിൻ കാര്യം ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തന്നെ പോകുന്നത്. എല്ലാവരുടെ ആവശ്യം കഴിഞ്ഞ് തീർത്തിട്ട് ഇപ്പം നമ്മളിങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുക, ആരും ഒരു സഹോദരങ്ങളെയും കൂടുതൽ സ്നേഹിക്കരുത്. സഹോദരന്മാരെ ആയാലും സഹോദരങ്ങളെ ആയാലും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ആരെടുത്തും പോത്തതും ഇല്ല, എടുക്കത്തേ ഇല്ല. ഞങ്ങൾ ഇവിടെ ഞാനും ഉമ്മായി ഒറ്റയ്ക്ക് വാടകയ്ക്ക്. അതൊക്കെ തന്നെ എൻ്റെ ജീവിത ചരിത്രം. പക്ഷേ ഈ എന്നെ ചതിച്ച സ്ത്രീ എന്നായാലും അനുഭവിക്കും. അത് ഞാൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുമുണ്ട്. അത് ഞാൻ നല്ലതായിട്ടൊരു ശിക്ഷ തന്നെ അവരോട് പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലേ എന്നെ അവർ ചതിച്ചത്. അന്നേരം നമ്മളത് പറയണമായിരുന്നു. അത് പറഞ്ഞു. എന്നാലും ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഞങ്ങളുടെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങളല്ലേ, നമ്മളത് അതുങ്ങളെയൊന്നും ഒന്നും പറയാൻ പാടില്ല. വലിയൊരു കാണിക്കുന്ന തെറ്റിന് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും ഒന്നും പറയരുത്. അത് ചെയ്യും ഞാൻ. പിന്നെ ഇവിടെ ഇപ്പം ഞാനും ഉമ്മായി മാത്രമേ എൻ്റെ വീട്ടിൽ. അതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു സോഷ്യൽ മീഡിയ അല്ലേ, ഇതിനകത്ത് നമുക്ക് എന്തുകൊണ്ടും പറയാമല്ലോ. അങ്ങനെ ഞാൻ പറയാമെന്ന് വിചാരിച്ചതാണ്. അല്ലാതെ വേറെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ പിന്നെ എപ്പോഴും നമ്മുടെ കൈ പിടിക്കാൻ പറ്റത്തില്ല. നല്ല ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. നമ്മളെ അടിച്ചിറക്കി കഴിയുമ്പോൾ നമ്മളെ പിടിച്ചുയർത്തുന്ന ഒത്തിരി പേര് കാണും, ചില നല്ല ആൾക്കാർ. അതിനൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ എപ്പോഴും പിടിക്കാൻ ഒക്കത്തില്ല. അവർക്കും കുടുംബവും ഭാരാബ്ദവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അന്നേരം നമ്മളെ അങ്ങനെ അവർക്ക് നോക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മളെ വഴി ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുക, ആരും
കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളാണെങ്കിലും പറയുക, ഒരിക്കലും നമ്മളെ കൂടപ്പിറപ്പുകളെ വിശ്വസിക്കരുത്. നമ്മളെ കൂടിരുന്നിട്ട് ചതിക്കും. എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചതാണ്. അല്ലാതെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ ജീവിത ചരിത്രം. ഞാൻ എപ്പോഴും ഇരുന്ന് 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാൻ റബ്ബിനോട് തേടും, എൻ്റെ ഉമ്മ ഇരിക്കെ ഞാൻ മരണപ്പെടണമെന്ന്. അതെന്താ കാരണമെന്ന് വെച്ചാൽ, ഉമ്മ ഇല്ലാതാവുമ്പോഴേ നമുക്ക് പറ്റത്തില്ല. ഞാൻ കുറച്ച് ഇന്ന് ഞാൻ പാചകം ചെയ്ത വീഡിയോയും കൂടെ കാണിച്ചു തരാം. മീനൊന്നുമല്ല, ഇന്ന് പാചകം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് സാമ്പാറാണ്, രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും. പിന്നെ ഉണക്കൽ നെത്തോലി ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് വെച്ച കറി. പിന്നെ ചമ്മന്തി. ഇന്ന് ഞാൻ മാങ്ങാച്ചാർ ഇട്ടായിരുന്നു കേട്ടോ. കമ്മില്ല ഇത് മാങ്ങാച്ചാർ. പിന്നെ ഇത് ഇന്നലെ മെനഞ്ഞാന്ന് വെച്ച മീൻകറി ഉമ്മ കളയണ്ടെന്ന് പറഞ്ഞ് ചൂടാക്കി വെച്ച്. സാമ്പാർ ചട്ടിയിൽ വെച്ച്, ഇതിനകത്ത് തോനെ കഷ്ണങ്ങളൊന്നുമില്ല. വഴുതനങ്ങ, കിഴങ്ങ്, പിന്നെ ഒരു ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പരിപ്പ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എനിക്കിതാണ്, നെത്തോലി. ഉണക്ക നെത്തോലിയും ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, പിന്നെ കരിയാപ്പില, ഒരു തക്കാളിയുടെ പകുതി, ഇതെല്ലാം കൂടെ ഇട്ട് വാട്ടിയിട്ട് മാങ്ങ ചതച്ചിട്ടതാണ്. എന്നിട്ട് നെത്തോലിയും മുളക് പൊടിയൊക്കെ ഇട്ട് ചിക്കി എടുത്തതാണ്. കണ്ടല്ലോ, ചിക്കിയല്ല, ഒരു വാട്ടി വൃത്തായിട്ട് എടുത്തതാണ്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിഭവങ്ങൾ. പിന്നെ ചോറ് വെച്ചേക്കുന്നു. ഇനി കുറച്ച് കാര്യമുണ്ട്, വേറൊന്നുമല്ല, ഓതണം. അത് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓതിയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ഇതുള്ളൂ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക കേട്ടോ.